നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നൊരു ശബ്ദമുണ്ടല്ലോ, കൊതമാണ് 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 വലുത്. ഇങ്ങനെ തന്നെ പറയണം. കാരണം സ്വച്ഛമായിട്ട് കിടക്കുന്ന ഒരു തടാകം കണ്ടാൽ ചില വികൃതികളുണ്ട്, അവിവേകികളുണ്ട്, അവിടെ കൊണ്ട് കല്ലുകൊണ്ടിടും. അതാകെ ഇളകി മറിയും, എന്നിട്ട് കണ്ട് രസിക്കും. അത് ചിലരുടെ സ്വഭാവമാണത്. ഇവിടെ കെ എം ഷാജി ഇപ്പം മന്ത്രിയാ, അവനിപ്പം മന്ത്രിയാ, നമ്മളെ ഭരിക്കുന്ന മന്ത്രിയാ. അവരാണ് പറഞ്ഞത് കൊതമാണ് പ്രശ്നമെന്ന്. കേരളത്തിലത് പറയാം. കേരളം ഇപ്പം ജിഹാദികളുടെ ഭരണമാണല്ലോ. എത്ര കാലമുണ്ടെന്നുള്ളതല്ല, ജിഹാദി ഇപ്പം കേരളീയരുടെ ഭരണമാണല്ലോ. ഇന്ന് കാലത്ത് വരെ ടി വി നോക്കിയപ്പോൾ അവർ തന്നെയാണ് ഭരിക്കുന്നത്. അവർക്കത് പറയാം. അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ പറയും നിയമങ്ങൾ. എവിടെ? മുസ്ലിം ലീഗ് ഭരിക്കും കേരളത്തിൽ, ഞങ്ങൾ പറയും, മുസ്ലിം ലീഗ് പറയും നിയമങ്ങൾ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എത്ര കാലം? കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വലിയ ഫുട്ബോളിനകത്ത് ഒരു കുരുമുളക് മണി അത്രയേ ഉള്ളൂ കേരളം. പണ്ടിവിടെ തമ്പുരാൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് വി പി മേനോൻ ഇവിടെ വന്നു. നമുക്കെല്ലാവർക്കും ഇനി അന്ന് സർസിപി ഉണ്ട്, നമുക്കെല്ലാവർക്കും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയല്ലേ. പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ ഭൂപടം എടുത്ത് കാണിച്ചു, ഇതാണ് ഇന്ത്യ, ദേ കാണുന്നതാണ് ഇന്ത്യ. എന്നിട്ട് അവിടെ ഒരു കുത്തുകുത്തി തെക്കേറ്റത്ത് ദേ ഇത്രയേ ഉള്ളൂ കേരളം. ഇത്രയും വലിയ ഇന്ത്യക്കകത്ത് ഇത്രയും വലിയ കേരളത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആയതുകൊണ്ട് പുനരാലോചിക്കുക. ഏതായാലും തമ്പുരാൻ പറഞ്ഞു, ഒരു പുനരാലോചനയും വേണ്ട, എടുത്തോളൂ. പക്ഷെ നിങ്ങൾ എന്നോടല്ല ചോദിക്കേണ്ടത്. തൃപ്പടിദാനപ്രകാരം ശ്രീ പത്മനാഭന് എല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. അവിടെ പോയി പത്മനാഭ ഞങ്ങളത് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ പോകാമെന്നും പറഞ്ഞ് ഒരു 50 രൂപ ദക്ഷിണയും അവിടെ ദക്ഷിണയും കൊടുത്തൊരു പൂജ നടത്തി നിങ്ങളതങ്ങനെ കൊണ്ടുപോയിക്കോളൂ. ഇവിടെ ഇത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. കേരളം എന്ന നാട്, കേരളം രാജ്യമല്ല. ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും കിർണിയായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ, പോണ്ടിച്ചേരി ഉണ്ട്. എനിവേ, കേരളത്തിൽ കാണിക്കുന്ന ഇതേപോലെ സൗദി അറേബ്യയിൽ പോയി കാണിച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും? കാണണ്ടേ? കേരളത്തിലുള്ള കളി സൗദി അറേബ്യയിൽ കളിച്ച് എങ്ങനെയുണ്ടായിരിക്കും? കാണണ്ടേ? സൗദി അറേബ്യയിൽ പോയിട്ട് ഇതുപോലൊരു ഫാമിലി, മുസ്ലിം ഫാമിലിയാണ്, 2 ആൺപിള്ളേരാണ്, 2 പേർക്കും 30-35 വയസ്സുണ്ട്, സഹോദരന്മാരാണ്. അവരവിടെ പോയിട്ട് അവിടെയും വിപ്ലവം പ്രസംഗിച്ചു. കെ എം ഷാജിയുടെ അനുയായികൾ ശിഷ്യന്മാരായിരിക്കും. കൊതമാണ് 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 പ്രശ്നമെന്ന്. സൗദിക്കാർ പറഞ്ഞു രാജ്യമാണ് 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 പ്രശ്നമെന്ന്. ഇവർ അവിടെ ഇരുന്നു കൊണ്ട് ഇറാൻ ശരിയോ തെറ്റോ യുദ്ധം അവരെ പഠിക്കാൻ നടക്കുന്നത് നമ്മുടെ കാര്യമല്ല. ഇറാനിൽ ഷിയകളാണ്. കാലാകാലങ്ങളായിട്ട് സൗദി ഗവൺമെൻറ് സൗദികളുമായിട്ട് നല്ല രീതിയിലല്ല പെരുമാറുന്നത്. ഇടക്കാലത്ത് മാത്രം അപ്പോഴേ അടുത്ത യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു, ശത്രുക്കളാവുകയും ചെയ്തു. ഇറാനും സൗദി അറേബ്യയും പരമ്പരാഗത ശത്രുക്കളാണ്. മാത്രമല്ല 1400 വർഷം മുമ്പ് തുടങ്ങിയ ശത്രുതയാണ്. അതായത് ഷിയ സുന്നി ശത്രുത, അത് വേറെ. അങ്ങനെയുള്ള ഷിയ രാജ്യത്തുനിന്ന് ഓൺലൈനിലൊരു പ്രസ്താവന വരികയാണ്, ഞങ്ങൾ അപകടത്തിലാണ്, അമേരിക്ക ഞങ്ങളെ മാന്താൻ വരുന്നു, ചൊറിയാൻ വരുന്നു, ഞങ്ങളെ സഹായിക്കണം. അതേതൊരു പ്രസ്ഥാനത്തിൽ നിന്നാണോ, ഇറാൻ സർക്കാരിൽ നിന്നാണോ, ഇറാനിൽ ഏതെങ്കിലും NGO അങ്ങനെയുള്ള ആരിൽ നിന്ന് ഒന്നും അറിയില്ല. ഇവരെന്ത് ചെയ്തു? ഉടനെ തന്നെ ഗൂഗിൾ എടുത്തിട്ട് അവർക്ക് പൈസ അയച്ചു. ആമ്പല്ലൂർ മണിയും അല്ലാന്ന് പറയാം. വാസ്തവത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട്. ഒരു കൊലപാതകം നടന്നു. അതിന് ആയിക്കൂട്ടിയുള്ള സാക്ഷി ഒരു മണ്ടൻ മാത്രമാണ്. വക്കീലവിടെ മറ്റേ വാദം ആരംഭിച്ചു. ഇയാളെ വിളിച്ചു, താൻ എവിടെ ഇരുന്നിട്ടാണ് ഈ കൊലപാതകം കണ്ടത്? ഞാൻ ഒരു മുളം കൂട്ടുണ്ട്, അതിൻ്റെ മേലെ മുള വെട്ടാനിരിക്കുന്നത് അവിടെ വെച്ചാൽ കണ്ടതെന്ന് പറഞ്ഞു. ശരി. എത്ര മണിക്കാണ് സംഭവിച്ചത്? കൃത്യം ഒരു മണിക്ക്. തൻ്റെ ഒരു വാച്ചുണ്ടാ? പിന്നെ തനിക്ക് എങ്ങനെയാണോ കൃത്യം 1 മണിന്ന് മനസ്സിലായത്? അയാൾ അതിനേക്കാൾ വലിയ ശബ്ദം പറഞ്ഞു, വക്കീലേ, ഓമാനല്ല ആമ്പല്ലൂർ മണിയെന്നു.
ആമ്പലൂർ മണി അടിച്ചപ്പോൾ 1 മണിക്ക് അവിടുത്തെ ഇത് എന്തായാലും കമ്പനിയിലെ മണി അടിച്ച സമയത്ത് കൃത്യം 1 മണി ആ സമയത്ത് കൊലപാതകം നടന്നത്. ഏതായാലും കുറേ പതിയെ ശിക്ഷിച്ചു. അതെന്തോ ആവട്ടെ. ഇതുപോലെ ഇതിനല്ല അവന്മാർ ഇരിക്കുന്നത്, അവിടെ സൗദികളിരിക്കുന്നത്. അവരവിടെ ഇന്ത്യയിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടല്ലോ. സുരക്ഷ വലിയൊരു കാര്യമല്ലേ. അവരപ്പനെ കണ്ടുപിടിച്ചു, ആരോ ഒരുവൻ ഷിയ മുസ്ലിങ്ങൾക്ക് ഇറാനിലേക്ക് ഇവിടുന്ന് പൈസ അയച്ചിട്ടുണ്ട്. പോരെ പൂരം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മണ്ണാർക്കാടുള്ള എൻ്റെ സുഹൃത്ത് മോഹൻ്റെ കടയിൽ നിന്നൊരു സ്ത്രീ അങ്ങനെ ഇങ്ങനെ പോയത് അഫ്ഗാനിസ്ഥാനിലേക്കാണ്. അവർക്ക് വിളിക്കേണ്ടത് ദുബായിലുള്ള അവരുടെ ഏതോ മകനെയോ മരുമോനെയോ വിളിക്കേണ്ടത്. ഈ പാവം അവിടെ ഇവിടെ കുത്തി ആ ഫോൺ പോയത് അഫ്ഗാനിസ്ഥാനിലേക്ക്. മണിക്കൂറുകൾക്ക് അകത്താണ് അവിടെ പോലീസ് വന്നത്. പോലീസ് മാത്രമല്ല, മറ്റുള്ള രഹസ്യ ഏജൻസികൾ, ക്രൈംബ്രാഞ്ച്, ആ ഡിറ്റാച്ച്മെൻറ്റ്, ഈ ഡിറ്റാച്ച്മെൻറ്റ് എല്ലാം കൂടി എത്തി. അവസാനം ഈ സ്ത്രീയുടെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ആ നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും കൂടി പറഞ്ഞ് മനസ്സിലാക്കി. അവർക്ക് മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. അവരതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് അവരാണ് പോവുകയും ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാജ്യത്തെ വഞ്ചിക്കരുത്, രാജ്യദ്രോഹം നടത്തരുത്. നിങ്ങൾ തമ്മിൽ അടികൂടിക്കോ, അത് പോലീസ് കേസിൽ അവസാനിക്കും. രാജ്യദ്രോഹം അത് മഹത്തായിട്ടുള്ള ദ്രോഹമാണ്. മഹത്തായിട്ടുള്ള വെച്ചാൽ മഹത്വപൂർണ്ണം നല്ല അർത്ഥം, വലുതായിട്ടുള്ള ദ്രോഹമാണ്. അപ്പോൾ രാജ്യദ്രോഹം നടത്തിയ ആളുകളെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ട് FIR തയ്യാറാക്കിയിട്ട് മഹസ്ര തയ്യാറാക്കിയിട്ട് കോടതിയിൽ കൊണ്ടുപോയിട്ട് കോടതിയിലെ വക്കീല് വാദപ്രതിവാദം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എവിടെയാണെങ്കിലും രാജ്യദ്രോഹം നടത്തിയ ആളുകൾ അപ്പം തന്നെ ഇങ്ങനെ പിടിക്കും, കൊതുകിനെ പിടിക്കുന്ന പോലെ. പിന്നെ തുറന്നു നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ചതഞ്ഞരിഞ്ഞിരിക്കുന്നുണ്ടാവും. സൗദി അറേബ്യയിൽ ജോലി ചെയ്തു കൊണ്ടിരുന്ന ഉത്തർപ്രദേശിലെ അംറോഹ സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് റഹീബ്, മറ്റവൻ മുഹമ്മദ് ജാഫർ എന്നീ 2 ഇന്ത്യൻ സഹോദരന്മാരെ ഇപ്പോൾ സൗദി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്ത് കൂട്ടിലടച്ചിരിക്കുകയാണ്. എവിടെയാണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പം എവിടെയാണെന്ന് പോലും അറിയില്ല. ഇനിയിപ്പോൾ ഒരു അപ്ലിക്കേഷനോ അല്ലെങ്കിൽ എന്തിനും വേണമെങ്കിലും ഇന്ന സ്ഥലത്ത് ജയിലിലിട്ടിട്ടുള്ള അതുപോലും അറിയില്ല. ഇറാന് സാമ്പത്തിക സഹായം നൽകിയതാണ് ഇവരെ ഈ കുടുക്കിലാക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് സൗദിയിലെ ദമ്മാമിൽ ജോലി ചെയ്യാണ് ഇവരും. അപ്പോൾ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, എല്ലിൻ്റെ ഇടയിൽ വറ്റി കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് സംഭവം. അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനിന് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ ഈ പത്രത്തിൽ കാണുന്നതും TV യിൽ കാണുന്നതൊക്കെയല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. US ഇസ്രായേലും അപ്പുറത്തും ഇപ്പുറത്ത് ഷിയ മുസ്ലിങ്ങളും, ഇറാൻ ഷിയ മുസ്ലിങ്ങൾ. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അവരെ സഹായിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന, അതിനെ മാനിച്ചുകൊണ്ടാണ് ഇവർ ഫണ്ട് അയക്കാൻ തീരുമാനിച്ചത്. ഇറാൻ എംബസിയുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് റഹീബിൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് 200 റിയാൽ അയച്ചു. 200 റിയാൽ സൗദി റിയാലാണ്, കുറച്ച് വലിയ തുകയാണല്ലോ. റിയാൽ അയച്ചു. ഈ തുകയുടെ ഈ അയച്ച കാര്യം ഉടനെ തന്നെ അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞു, അവിടെയുള്ള അധികാരികൾ അറിഞ്ഞു. ഒരെണ്ണത്തിന് 2 പിടിച്ച പൂട്ടി. അതാണ്ടായത്. മാർച്ച് 27-ാം തീയതിയാണ് ഈ റഹീബിനെ പൂട്ടിയത്. 3 ദിവസം കഴിഞ്ഞ് മാർച്ച് 30-ന് ജാഫറിനെയും പൂട്ടി. 2 പേരും പൈസ അയച്ചിട്ടുണ്ട്, അയാളെയും പൂട്ടി. അറസ്റ്റ് നടന്ന് മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ മാർച്ചിലായി സംഭവം ഉണ്ടാകുന്നത്. മാർച്ച്, ഏപ്രിൽ, ജൂൺ ഒക്കെ ആയില്ലേ. ഈ അറസ്റ്റ് നടന്ന് 3 മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താ അറിയോ? ഇവർ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഏത് ജയിലിലാണെന്ന് അറിയില്ല. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും കുടുംബത്തിന് യാതൊരു വ്യക്തവുമില്ല. ഇവർ ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ പേരും ഇവരുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. കാരണം സുരക്ഷാ കാരണങ്ങൾ, രാജ്യദ്രോഹപരമായിട്ടുള്ള കാരണങ്ങളാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതും സൗദി ഗവൺമെൻറ്റാണ്. നമ്മളുടെ കേരള രാജ്യം ഗവൺമെൻറ്റോ ഇന്ത്യ രാജ്യം ഗവൺമെൻറ് അല്ല. കേരള രാജ്യം ഗവൺമെൻറ്റാണ്. ഈ ജിഹാദി ഭരണമാണല്ലോ. ജിഹാദി പറയും നിയമങ്ങളാണല്ലോ ഇവിടെ. അവിടേക്കാണ് ഇതിങ്ങനെ സിമ്പിളായിട്ട് നടക്കും. നിസ്സാരം. ഇവിടേക്ക് അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയെ വെല്ലുവിളിക്കാം, ഇന്ത്യക്കാരെ വെല്ലുവിളിക്കാം, ഹിന്ദുക്കളെ വെല്ലുവിളിക്കാം, സ്വാമിമാരെ വെല്ലുവിളിക്കാം. ഞങ്ങൾ ഏകദേവത ആരാധനക്കാരാണ്, നിങ്ങൾ ബഹുദേവത ആരാധനക്കാരല്ലേ എന്ന് പറയാം. ഓണം നടക്കുമ്പോൾ ഓണത്തിൻ്റെ ഓണസദ്യ കൊണ്ട് മണ്ണ് വാരിയിടാം. അതാണല്ലോ മറ്റേ ഒരു ഹംസറുൾ ഫക്ക് എന്ന് പറഞ്ഞ തെമ്മാടി ചെയ്തത്. ഇതൊക്കെ ഇവിടെ ചെയ്യാം. കാരണം എന്താണ്? ജിഹാദി ഭരിക്കും കേരളത്തിൽ, ജിഹാദി പറയും നിയമങ്ങൾ. അതല്ല കേട്ടോ സൗദി. അതല്ല സൗദി. ഇപ്പോൾ മുസ്ലിങ്ങളതാവുന്നല്ല, സൗദിയുടെ നാടാ.
അത് ഇവിടെയുള്ള ആൾക്കാർ പറയും സൗദികളൊന്നും മുസ്ലിങ്ങളല്ല. കാരണം ഇവരുടെ പരിപാടി അവിടെ നടക്കില്ലേ. പണ്ട് മുത്താപ്പമാർ വടിയും കൊണ്ട് നടക്കാറുണ്ട് അവിടെ. അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ അടിക്കും അവർ. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണമുണ്ട്, ഇനി വടിയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ വടിയാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ. മാത്രമല്ല അവിടെ ഈ വാങ്കുവിളി ഉണ്ടായിരുന്ന ശബ്ദത്തിൻ്റെ 30% കുറയ്ക്കാൻ പറഞ്ഞിരിക്കുക. ദാറ്റ് മീൻസ് അതിൻ്റെ അകത്ത് മാത്രം കേട്ടാൽ മതിയല്ലോ. പിന്നെ വാച്ചുണ്ടല്ലോ, മൊബൈലുണ്ടല്ലോ, അങ്ങനെ കാര്യങ്ങൾ നടത്താൻ പറ്റുമല്ലോ. എന്തിനാണ് ഈ അലറി നിലവിളിക്കുന്നത്? സൗദിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നേ അവർ പറയാം അവർ സഖാബിയാണ്, വഹാബിയാണ്, സുദാബിയാണ്, മറ്റാണ് കുറേ പേരൊക്കെ എനിക്കറിയില്ല എൻ്റെ പേരൊന്നും. ഏതായാലും ഇവരെ രാജ്യദ്രോഹ സംബന്ധിയായിട്ടുള്ള കാര്യത്തിന് കസ്റ്റഡിയിലെടുത്തു. സൗദി ഇന്ത്യൻ എംബസി സോഷ്യൽ വെൽഫെയർ വിഭാഗം കുടുംബത്തെ ഇമെയിൽ വഴി വിവരം അറിയിച്ചിട്ടുണ്ട്. ആ മര്യാദ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ 2 മക്കളെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടാ. തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുക, 2 ഞാനങ്ങ് എടുക്കുക കൊണ്ടുപോയിട്ടുണ്ട്. വിഷയത്തിൽ ഇന്ത്യൻ എംബസി വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ്. ഇപ്പോഴത്തെ ഇടപെടലൊന്നും വലിയ കാര്യമൊന്നുണ്ടാവില്ല. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാം അവിടെ പോയേനെ. ഇപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ അവിടെ പോയേനെ. ഇവിടെ മറ്റേ കുറേ എണ്ണം മതം മാറ്റം നടത്തി ലഹളയുണ്ടായിട്ട് ജയിലിൽ പോയപ്പോൾ ഇവിടെ നിന്നല്ലേ ആൾക്കാർ പോയത് രക്ഷിക്കാൻ. ആ നാട്ടിലാരുമില്ല. കേരളത്തിൽ നിന്നാണ് എഴുന്നള്ളിച്ച് പോകുന്നത്. അപ്പോൾ ഏതായാലും തങ്ങളുടെ മക്കളെ സുരക്ഷിതമായിട്ട് തിരികെ എത്തിക്കാൻ അടിയന്തരമായിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവരുടെ പിതാവ് ഹസൻ അബ്ബാസ് വിദേശകാര്യമന്ത്രി ജയശങ്കറിന്, സംഘിയാണ് കേട്ടോ ജയശങ്കർ, അപ്പോൾ സംഘിയുടെ കാല് പിടിക്കാം അല്ലേ, ജയശങ്കറിന് വീഡിയോയുടെ വൈകാരികമായിട്ടൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഷിയ പേഴ്സണൽ ലോ ബോർഡ് ജനറൽ സെക്രട്ടറി മൗലാന യാസുഫ് അബ്ബാസ് ഇതേ വിഷയം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. അവരുടെ രാജ്യത്തിരുന്നു കൊണ്ട്, സൗദിയിലിരുന്നു കൊണ്ട് സൗദിക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന രാജ്യത്തിലുള്ള ആളുകൾക്ക് കാശ് അയച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതാ സംഭവിച്ചത്. എന്താ സംഭവിക്കേണ്ടത്? അതാ സംഭവിച്ചിട്ടുള്ളത്. അന്നം തരുന്ന നാടാണ്. എന്തിനാണ് ഈ തെണ്ടിപ്പരീക്ഷകൾ സൗദി അറേബ്യയിൽ പോയിട്ട്? അവിടെ നല്ല ചൂടല്ലേ, എന്തിനാണ് അവിടെ കഷ്ടപ്പെടുന്നത്? വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ, അവർക്ക് അവരുടെ പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ, ഇതിനല്ലേ അവിടെ പോയിട്ട് ഇന്ത്യയിൽ നിന്ന് സൗദിയിൽ പോയിട്ട് സൗദിയുടെ ശത്രു രാജ്യത്തിന് പൈസ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കുന്നതിന് വല്ല സംശയമുണ്ടോ? അന്നം തരുന്ന നാടിനെയല്ലേ അവർ വഞ്ചിച്ചിട്ടുള്ളത്. ഏതായാലും അവിടെ ചെന്നുകൊണ്ട് എന്തിനാണ് അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത്, ഞാൻ അവിടെ ഒരു യൂണിറ്റ് ഉണ്ട്, മറ്റേ ഇവിടെ മുസ്ലിങ്ങളുടെ ഒരു യൂണിറ്റ് ഉണ്ട് ദുബായിൽ, എൻ്റെ പേരൊന്നും പറയുന്നില്ല. പുതുതായിട്ട് ചെല്ലുന്ന ആൾക്കാരെ അവർ കൊണ്ടുപോയിട്ട് ഒരു ഉപദേശം കൊടുക്കലുണ്ട്. നിങ്ങൾ എന്തിനാണ് അവിടെ വന്നിട്ടുള്ളത്, എന്താ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് പ്രവാസ ലോകത്തിൽ എത്തിയിട്ടുള്ളത്. സ്വന്തക്കാരും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ വന്നിട്ട് ഇത്രയും തക്കട തരികട കളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകുക? പിന്നെ മോങ്ങിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ നരേന്ദ്രമോദിയോട്, അത് വേറെ രാജ്യമാണത്, അവർക്ക് അവരുടെ നിയമമുണ്ട്. ഒരാൾ ഇതുപോലെ തന്നെ അവിടെ ഒരു കുഞ്ഞിനെ കൊന്നിട്ട് അവസാനം 42 കോടിയോ മറ്റോ കൊടുത്ത് എങ്ങനെയോ എത്തി ഇവിടെ. ഇപ്പോൾ ഒരു പെണ്ണ് അവിടെ കെടുക്കുകയാണ് ഇപ്പോഴും. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് എന്തായാലും പറയുക, മറ്റേ യമനിലാണ് കെടുക്കുന്നത്. യമൻ എന്ന് പറഞ്ഞാൽ യമൻ, അതല്ലേ യമൻ ധർമ്മരാജാവിൻ്റെ നാടാ തോന്നുന്നുണ്ട്. അവിടെ നിരക്കാർക്ക് ബോംബ് വീഴുന്നുണ്ട്. ആ ജയിലുണ്ടോ എന്ന് തന്നെ അറിയില്ല അവിടുത്തെ സ്ഥിതി. ആയതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാര്യം മനസ്സിലാക്കണം. നമ്മളുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ പറഞ്ഞ പോലെ മിണ്ടാതെ ഉരിയാടാതെ അവനവൻ്റെ കാര്യം നോക്കി നടക്കുക. ഇനിയിപ്പോൾ കിടന്ന് മോങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. സൗദിയാണ് സ്ഥലം. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കണ്ണാടിയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങളുണ്ടാവില്ല, തലയുണ്ടാവില്ല. അതാണ് അവിടുത്തെ സ്ഥിതി. എന്തായാലും ഇതൊരു പാഠമാണ് വാസ്തവത്തിൽ.
രണ്ട് കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഒന്ന്, ഇന്ത്യയിലുള്ള മഹാസ്വാതന്ത്ര്യം. അതിൻ്റെ മേലിലാണല്ലോ കോറി വരയ്ക്കുന്നത്. വഖഫിൻ്റെ പേരും പറഞ്ഞു, ഹലാലിൻ്റെ പേരും പറഞ്ഞു, ജിഹാദിൻ്റെ പേരും പറഞ്ഞ് കോറി വരയ്ക്കുന്ന അവരാണല്ലോ. ഇന്ത്യയിലിത് നടക്കും. ഇന്ത്യയിൽ ഒരാളെ കൊന്നാലും ഈ കോടതി, ആ കോടതി, ആ കോടതി, ഈ കോടതി, മറ്റേ കോടതി, മറിച്ച കോടതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും കാര്യങ്ങൾ. നല്ല വക്കീൽമാരുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. പക്ഷേ അതാണ് ഇന്ത്യ. അതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ വിദേശം, പ്രത്യേകിച്ച് സൗദിയെപ്പോലുള്ള സ്ഥലങ്ങൾ, അവിടുത്തെ സ്വാതന്ത്ര്യമില്ലായ്മയും മനസ്സിലാക്കട്ടെ. ഈ അകത്ത് പോയവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവിടെയുള്ള സകലമാന കാര്യങ്ങൾ ഇത് മനസ്സിലാക്കണം. കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഉദാസീനതയോടുകൂടി, കാരണം മേലോട്ട് നോക്കി. എന്താണ് മേലോട്ട് നോക്കുന്നത്? ഈശ്വര എന്ന് വിളിച്ച് തൻ്റെ മേൽഗതിക്ക് വേണ്ടിയിട്ട് വന്നു എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് പെരുമാറിയാൽ നല്ലത്. അവിടെ പോയിട്ട് കൊതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി സർക്കാരിൻ്റെ ദൂതന്മാർ പറയും ഞങ്ങൾക്ക് കൊതമല്ല പ്രശ്നം, രാജ്യമാണ് പ്രശ്നമെന്ന്. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്.